ഓഫീസ് ഒഴിയുന്ന കാര്യത്തിൽ ഇനി തർക്കത്തിനില്ല. മരുതംകുഴിയിലേക്ക് ഉടൻ മാറും. നിലപാട് കടുപ്പിച്ച് പ്രശാന്ത്. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കോർപ്പറേഷൻ പിടിച്ചെങ്കിലും ബി.ജെ.പിയിൽ അമർഷം പുകയുന്നു. മുൻ നിലപാട് പൊടുന്നനെ മാറ്റിയതിലും നേതാക്കളെ തഴഞ്ഞതിലുമാണ് ആക്ഷേപം. അപ്പുറത്ത് വട്ടവടയിലും പാലക്കാട്ടും CPI-CPM പോര് രൂക്ഷമാകുന്നു. പുൽപ്പള്ളിയിലാകട്ടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ UDF BJP സഖ്യം യാഥാർത്ഥ്യമായി. ഇതിനിടെ തൊടുപുഴയിൽ പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിടുന്നതും CPIക്ക് തലവേദനയാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, AKG സെന്റർ കയ്യേറിയ ഭൂമിയിലാണ് നിർമ്മിച്ചതെന്നും ഉടൻ ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ലാത്തിചാർജ് നടന്നു. കനത്ത തിരിച്ചടിയായി TDB മുൻ പ്രസിഡന്റ് M. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ജയിലിൽ തുടരും. ഇനി മറ്റു പ്രധാന അപ്ഡേറ്റുകൾ. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി മോഹൻലാൽ എത്തും. സ്മാർട്ട് സിറ്റി കരാർ ലംഘിച്ചതിന് ടീകോമിന് നോട്ടീസ് നൽകി. വട്ടിയൂർക്കാവിൽ കടുത്ത ത്രികോണ മത്സരത്തിന് സാധ്യത. ജീവൻ രക്ഷാ ഉപകരണമായ ഗൈഡ് വയർ ശരീരത്തിൽ കുടുങ്ങിയ സംഭവത്തിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സുമയ്യ രംഗത്തെത്തി. പാലക്കാടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്കേറ്റു. സതീശനെതിരായ പഴയ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.